ഹലോ, വെൽക്കം, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ കേരള ടു കരോളൈന എന്ന് പറയുന്ന എൻ്റെ ബുക്കിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ് സംസാരിക്കുന്നത്. ഇതിനകത്ത് ഏകദേശം 6ഓളം ചാപ്റ്റർ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ തുടങ്ങുന്നത് ചാപ്റ്റർ നമ്പർ 4. അത് എൻ്റെ ഉമ്മയുടെ വീട്ടിനെക്കുറിച്ചാണ്. അപ്പോൾ ചെറുപ്പത്തിൽ ഞാൻ ഉമ്മയുടെ വാപ്പ എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ ഉപ്പുപ്പ കണ്ടിട്ടുണ്ട്. ഞാൻ കാണുമ്പോൾ തന്നെ വളരെ പ്രായമുണ്ട്. അധികം താമസിക്കാതെ മരിച്ചു പോവുകയും ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഉമ്മയും മരിച്ചിട്ട് വർഷങ്ങളായി. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം എടുത്ത് പറയത്തക്കതായ ഒരു കാര്യം, എൻ്റെ ഉമ്മയുടെ ഒരു സഹോദരൻ, അദ്ദേഹം പഠിത്തത്തിൽ വളരെ സ്മാർട്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ഡോക്ടറായി. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ അഹമ്മദ് സേട്ട് എന്നാണ്. അദ്ദേഹമാണ് ആക്ച്വലി എൻ്റെ ഉമ്മയുടെ ഫാമിലിയുടെ നടും തൂണ് എന്ന് വേണേൽ പറയാം. വളരെ ബുദ്ധിമുട്ടി ഒക്കെയാണ് നമ്മുടെ ഉമ്മയുടെ വീട്ടുകാർ ജീവിച്ചിരുന്നത്. വളരെ തുച്ഛമായ ശമ്പളം കൊണ്ടാണ് എൻ്റെ ഉമ്മയുടെ വാപ്പ ഉപ്പുപ്പ യുടെ ജോലിയും കാര്യങ്ങളൊക്കെ വളരെ മോശമായിരുന്നു. അവർ വളരെ ബുദ്ധിമുട്ടിലാണ് ജീവിച്ചിരുന്നത്. അപ്പോൾ അതിൽ ഒരു മകൻ, എൻ്റെ ഉമ്മയുടെ വലിയൊരു സഹോദരൻ ഡോക്ടർ അഹമ്മദ് സേട്ട് ഡോക്ടറായി. അതിനുശേഷം അവർ വളരെയധികം മെച്ചപ്പെട്ട സ്ഥിതിയിലെത്തി എന്ന് പറയാം. ഈ ഡോക്ടർ അഹമ്മദ് സേട്ടിൻ്റെ കാര്യമാണ് എനിക്കിന്ന് എടുത്ത് പറയാൻ ഞാൻ വിചാരിക്കുന്നത്. ഈ ബുക്കിൽ വളരെയധികം ഡീറ്റെയിൽസും കാര്യങ്ങളുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ ബുക്ക് വായിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടും. പിന്നെ ഞാൻ 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവുകയാണ്, കാരണം ഡീറ്റെയിൽഡ് എല്ലാം പറയാനുള്ള സമയവുമില്ല. അപ്പോൾ ഈ ഡോക്ടർ അഹമ്മദ് സേട്ട് ഞാൻ വളരെയധികം ബഹുമാനിച്ചിരുന്നു, വളരെയധികം സ്നേഹിച്ചിരുന്നു. ഇദ്ദേഹവും മരിച്ചുപോയി, 2003 മരിച്ചുപോയി. ഇദ്ദേഹത്തെക്കുറിച്ച് ഒരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത്, ഞാൻ ഇവിടെ കോഴിക്കോട് RECയിൽ എൻജിനീയറിംഗ് പഠിച്ചു. അത് കഴിഞ്ഞ് ഡൽഹി പോയി. ഡൽഹിയിൽ നിന്ന് എനിക്ക് സൗദി അറേബ്യയിലേക്കുള്ളൊരു വിസ കിട്ടി. ഇത് 1991 കാര്യമാണ്. അപ്പോൾ വിസ കിട്ടിയെങ്കിലും ടിക്കറ്റിനുള്ള കാശില്ല. ഓക്കെ, വിസ കിട്ടിയത് വിസ എങ്ങനെ കിട്ടി കാര്യങ്ങളൊക്കെ അത് ഇൻഷാ അല്ലാഹ് ഞാനത് പിന്നെ വേറെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ വിസ കിട്ടിയപ്പോൾ എനിക്ക് ജിദ്ദയിൽ പോകണം, സൗദി അറേബ്യ പോകണം, പക്ഷേ കാശില്ല. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിന്, നമ്മുടെ അമ്മാവന് എഴുത്തെഴുതി. ആ സമയത്ത് ഫോണില്ല, ഒന്നുമില്ല, എഴുത്ത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഡൽഹിയിൽ നിന്ന് എഴുത്തെഴുതിയാൽ 2 ദിവസം കൊണ്ട് അത് കേരളത്തിലെത്തുമായിരുന്നു. അങ്ങനെ ഞാൻ എഴുതി കാശ് എനിക്ക് 12,000 രൂപ വേണം ജിദ്ദയിൽ പോകാനായിട്ട്, എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് ഞാൻ എഴുതി. 2-3 ദിവസത്തിനുള്ളിൽ എഴുത്തിൻ്റെ മറുപടി വന്ന് അതിനകത്ത് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന എനിക്കിപ്പോഴും ആ വാക്കുകൾ വളരെ ഓർമ്മയുണ്ട്. അവിടെ നമ്മുടെ അമ്മാവൻ പറഞ്ഞ്, നിനക്ക് ആരും പണം തരാൻ ഒരുപക്ഷെ നിനക്ക് കിട്ടത്തില്ല, പക്ഷെ ഞാൻ നിനക്ക് പണം തരാം, നീ ഇങ്ങോട്ട് വാ. അങ്ങനെ എനിക്ക് വളരെയധികം സമാധാനവും സന്തോഷവുമായി. ഞാൻ അവിടെ പോയി. പാലക്കാടായിരുന്നു ഇദ്ദേഹം ജോലി ചെയ്തിരുന്നത്, ഡോക്ടറായിട്ട് വർക്ക് ചെയ്തത് പാലക്കാടാണ്. നാട് ആലപ്പുഴ ആയിരുന്നെങ്കിലും പാലക്കാടിലാണ് താമസിച്ചിരുന്നത്. അങ്ങനെ ഞാൻ പാലക്കാട് പോയി. അദ്ദേഹത്തിൻ്റെ നിന്ന് കാശൊക്കെ എനിക്ക് വേണ്ടി റെഡിയാക്കി വെച്ചിരുന്നു. അങ്ങനെ കാശ് വാങ്ങിച്ച് പിന്നെ ഞാൻ ജിദ്ദയിലെത്തി. ഇതാണ് അമ്മാവനെ കുറിച്ച് എനിക്ക് പറയാനുള്ളൊരു കാര്യം. ഇതുപോലെ പല കാര്യങ്ങളും അമ്മാവൻ നമ്മളെ വളരെയധികം ഫൈനാൻഷ്യലായിട്ട് എല്ലാവരെയും, ഞങ്ങളുടെ ഉമ്മയുടെ കംപ്ലീറ്റ് ഫാമിലിയെ എല്ലാവരെയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പുസ്തകത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, അത് വായിച്ചാൽ മനസ്സിലാവും. ഓക്കെ, ഇനി ഒരു കാര്യം, അടുത്ത ചാപ്റ്റർ എൻ്റെ സ്കൂളിനെ കുറിച്ചാണ്. ഞാൻ ചെറുപ്പത്തിൽ 1 മുതൽ 5 വരെ പഠിച്ചിരുന്നത് ഈ പ്രിപ്പറേറ്ററി സ്കൂൾ എന്ന് പറയും. നമ്മുടെ ആലപ്പുഴയിൽ താമസിച്ചിരുന്നത് ഈ കണ്ണൻ വർക്കി പാലത്തിൻ്റെ അടുത്ത് ആണ് താമസിച്ചിരുന്നത്. നമ്മുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സ്കൂളുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ സ്കൂള് ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളായിരുന്നു.
ഈ സ്കൂള് അതിൻ്റെ പേര് 1 മുതൽ 5 വരെ, പിന്നെ പ്രിപ്പറേറ്ററി സ്കൂൾ, പിന്നെ 6 മുതൽ 10 വരെ മിഡിൽ സ്കൂളും ഹൈസ്കൂളും. ഇതിൻ്റെ പേര് ലിയോ 13 എന്നായിരുന്നു. ലിയോ 13 പഴയ ഒരു കാത്തലിക് പോപ്പിൻ്റെ പേരിലുള്ള സ്കൂളാണ്. അപ്പോൾ അവിടെയാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ 1 മുതൽ 5 വരെ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് ഞാൻ പഠിച്ചത്. അവിടെ പഠിക്കുമ്പോൾ ഒരു കാര്യം എടുത്ത് ഞാൻ ഈ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ഒരു രസകരമായ സംഭവം. ഒരു പ്രാവശ്യം ഞാൻ ഏകദേശം 6, 7, 8 വയസ്സുണ്ടാവും, എനിക്ക് ഓർമ്മയില്ല, 8 വയസ്സ് കാണും ചിലപ്പോൾ. അപ്പോൾ ആ സമയത്ത് ഒരു ഇൻ്റർവെൽ, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ നിന്ന് ഇൻ്റർവെൽ സമയത്ത് പിള്ളേരെല്ലാവരും കൂടെ ഞാൻ നോക്കുമ്പം ഏതൊരു കുട്ടിയുടെ ആ കുട്ടി അവിടെ ഇല്ല, സീറ്റിലില്ല, ബെഞ്ചിലില്ല, അയാളുടെ വാട്ടർ ബോട്ടിലിൽ നിന്ന് എന്തൊക്കെ കുടിക്കുന്നു. അപ്പോൾ അത് എന്നെയും വിളിച്ച് ഇവർ കുടിക്കാനായിട്ട്. ഞാനും വളരെ ചെറുപ്പമാണ്. അങ്ങനെ ഞാനും ഇവരുടെ കൂടെ ജോയിൻ ചെയ്ത് കുടിക്കാനായിട്ട്. ഞാൻ പോയിട്ട് ആ വാട്ടർ ബോട്ടിൽ എടുത്ത് വായിൽ വെച്ചു. ടീച്ചർ കയറി വന്നു. ആ ടീച്ചർ കയറി വന്ന് എന്നെ പിടിച്ചു. അപ്പം ബാക്കി ആരും കുടിക്കുന്നത് കണ്ടില്ല, ഞാൻ കുടിക്കുന്നതാണ് ടീച്ചർ കണ്ടത്. അങ്ങനെ ടീച്ചർ എന്നെയും പിടിച്ചുകൊണ്ട് പോയി പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് പോയി. അപ്പോൾ പ്രിൻസിപ്പാൾ ആ സമയത്ത് ഉണ്ടായിരുന്നത് ഒരു ഫാദർ പീറ്റർ ചേനപ്പറമ്പിൽ എന്ന് പറയുന്നൊരു നല്ലൊരു വ്യക്തിയായിരുന്നു. നമ്മുടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു ക്യാരക്ടറായിരുന്നു അദ്ദേഹത്തിൻ്റെ. വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പോൾ ഫാദറിൻ്റെ അടുത്ത് കൊണ്ടുപോയപ്പോൾ ഫാദർ എൻ്റെ അടുത്ത് ചോദിച്ച്, ഫാദറിനറിയാം ഞാൻ മുസ്ലിമാണെന്ന്. ഫാദർ ചോദിച്ച് നോമ്പാണോ, ഫാസ്റ്റിംഗ് ആണോ? അല്ല, ഞാൻ പറഞ്ഞ ഫാസ്റ്റിംഗ് അല്ല. അപ്പോൾ ഫാദറിൻ്റെ ഉദ്ദേശം ഞാൻ ഈ വിശന്നിട്ട് വല്ലതും പിന്നെ കുടിച്ചതാണോ, പാൽ കുടിച്ചതാണോ? അപ്പോൾ ഇതിനകത്ത് ആക്ച്വലി പാലാണോ വെള്ളമാണോ എനിക്ക് അറിഞ്ഞൂടാ. കാര്യം ഞാനവിടെ എൻ്റെ വായിൽ ഞാനത് വെച്ചപ്പോൾ തന്നെ അത് ഓൾറെഡി എംറ്റി ആയി കഴിഞ്ഞു, അത് കാലിയായി, എനിക്കൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അത് പാലായിരുന്നു എന്ന് ഫാദർ പറയുന്നു. അപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ പിന്നെ കുടിച്ചിട്ടില്ല, അങ്ങനത്തെ എനിക്ക് ഓർമ്മയില്ല. അത് ആ സമയത്തുള്ള കാര്യമല്ലേ, ഞാൻ മിണ്ടാതെ നിന്ന് കാണും. ഏതായാലും ഫാദർ ശകാരിച്ചൊന്നുമില്ല, ചോദിച്ച്, എന്നിട്ട് ഒരു മേശ തുറന്ന് ഒരു മിഠായി എനിക്ക് എടുത്ത് തന്നിട്ട് പറഞ്ഞ് ഇനി മേല ചെയ്യരുത് എന്ന് പറഞ്ഞ് എന്നെ അയച്ചു. അപ്പോൾ ആ സംഭവം ഇന്ന് ഏകദേശം ഞാൻ 50 കൊല്ലം കഴിഞ്ഞ്, ആ സംഭവം നടന്നിട്ട് 50 കൊല്ലം കഴിഞ്ഞ് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം അങ്ങനെ ഒരു ചെറിയൊരു സംഗതി ഞാൻ ഈ പുസ്തകത്തിനകത്ത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് പ്രിപ്പറേറ്ററി സ്കൂളിൻ്റെ അനുഭവം. ഇത് മാത്രമല്ല, പല കാര്യങ്ങളുണ്ട്. ഞാനിങ്ങനെ ചെറിയ 1-2 പോയിൻ്റുകൾ പറഞ്ഞു പോകുന്നു മാത്രം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ വാപ്പായുടെ ബിസിനസ് വളരെ മോശമായി. ഞങ്ങൾ താമസിച്ചിരുന്ന വീട്, അതായത് ഈ പറഞ്ഞ ലിയോ 13ൻ്റെ എതിർവശത്ത് താമസിച്ചിരുന്ന ആ വീട് ഞങ്ങൾക്ക് വിൽക്കേണ്ടി വന്നു. കടം കയറിയിട്ട് ആ വീട് വിൽക്കേണ്ടി വന്നു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ വേറൊരു വീട്ടിലോട്ട് പോയി. കുറച്ചൊരു 1.5 കിലോമീറ്റർ മാറി വേറൊരു വീട്ടിലോട്ട് പോയി. അവിടെ പോയിട്ട് അവിടെയും ഫൈനാൻഷ്യൽ പ്രശ്നങ്ങൾ രൂക്ഷമായിട്ട് അവിടെ നിന്നും ആ വീടും വിൽക്കേണ്ട ആവശ്യം വന്നു. ആ വീട് വിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് വേറെ വീട് വാങ്ങിക്കാനുള്ള കാശും എൻ്റെ വാപ്പാടത്തില്ല. അന്നൊക്കെ ഞങ്ങൾ വളരെ ചെറുതാണ്. ഞാൻ 8ാം ക്ലാസ്സിലാണ്. 8ാം ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം 13 വയസ്സുണ്ടാവും എൻ്റെ പ്രായം. അപ്പം നമുക്കിതൊന്നും അറിയാൻ, ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനുള്ള ആ പ്രായം എത്തിയിട്ടില്ല. പക്ഷേ ആ സമയം കൊണ്ട് നമ്മുടെ വീട് പോയി, വീടില്ലാതായി. ഇംഗ്ലീഷിൽ നമ്മളിവിടെ പറയും ഹോംലെസ് എന്ന് പറയും, ഹോംലെസ് ആയി. അങ്ങനെ ആ സമയത്ത് നമ്മുടെ അമ്മാവൻ, ഈ ഡോക്ടർ അമ്മാവൻ, അദ്ദേഹത്തിന് ആലപ്പുഴയിൽ ആലിശ്ശേരി വാർഡെന്ന് പറയും, അവിടെ ഒരു വീട് അദ്ദേഹം പണിതിട്ടുണ്ട്. അപ്പോൾ ആ വീട്ടിലേക്ക് ഞങ്ങളെ താമസിക്കാൻ അനുവദിച്ചു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് മാറി. അപ്പോൾ അങ്ങനെ വലിയൊരു സൗഭാഗ്യമായിരുന്ന അങ്ങനെ ഒരു വീട് അങ്കിളുടെ കയ്യിൽ ഉണ്ടായിരുന്നതും, അങ്കിള് ഞങ്ങൾക്ക് അങ്ങോട്ട് താമസിക്കാനുള്ള പെർമിഷൻ തന്നു. നമ്മളെ അങ്ങോട്ട് വിളിച്ചു, ഞങ്ങൾ അങ്ങോട്ട് പോയി താമസിച്ചു. അതൊരു വലിയ വീടായിരുന്നു. അതുകൊണ്ട് എനിക്കും എൻ്റെ സഹോദരന്മാർക്കും എൻ്റെ പേരൻസിനും എൻ്റെ വാപ്പ ഉമ്മക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോരോ മുറി കിട്ടി. ആ വീട്ടിൽ കുറേ മുറികളുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോരോ മുറി കിട്ടി. വീട് ഇല്ലാതെയായി. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വന്തമായി മുറി കിട്ടി. പക്ഷേ
ആ വീടില്ലാതെ വന്നപ്പം മാനസികമായിട്ട് ഞങ്ങളെല്ലാവരും ഡൗണായി. ഞങ്ങളെല്ലാവരും വളരെ ബുദ്ധിമുട്ടിലായി. ആ വലിയൊരു നഷ്ടം സംഭവിച്ചതിൻ്റെ വലിയൊരു ഒരു ബുദ്ധിമുട്ട് നമുക്ക് വന്നു എന്നുള്ളൊരു ഒരു വിവേകം അവിടെ ആ വീട്ടിലേക്ക് മാറിയപ്പം ഉണ്ടായി. നമ്മുടെ വീട് വിറ്റു, കാര്യങ്ങളൊക്കെ പോയി, നമ്മളിനിയിപ്പോൾ വീടില്ലാത്ത ആൾക്കാരായി എന്നുള്ള ഒരു വിവേകം ഉണ്ടായി. അപ്പോൾ അതുവരെ ഞാൻ ഈ പഠിക്കാൻ വളരെ മോശമായിരുന്നു. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിരുന്നത് പഠിക്കാൻ വളരെ മോശമായിരുന്നു. പക്ഷേ ഈ സംഭവം വീട് വിറ്റ് ഞങ്ങൾ ഇവിടെ എത്തിയപ്പം എന്തോ ഒരു ബോധോദയം ഉണ്ടായി. അതായത് ഇങ്ങനെ പോയാൽ ഇനി കാര്യങ്ങൾ മുമ്പോട്ട് പോകത്തില്ല, ഇങ്ങനെ പോയാൽ ബുദ്ധിമുട്ട് കൂടും, ഇത് നടക്കുന്ന കാര്യമല്ല, പഠിച്ചേ പറ്റൂ, പഠിച്ച് നന്നായിട്ട് അധ്വാനിച്ച് ഒരു നല്ല ജോലി വാങ്ങിച്ച് ഈ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളൊക്കെ ശരിയാക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. അത് ഈ സംഭവം അതിനൊരു കാരണമായി. അപ്പോൾ അതാണ് ഞാൻ അടുത്ത ചാപ്റ്ററിൽ പറയാൻ പോകുന്നത്. അപ്പം ഇത് 6ാമത്തെ ചാപ്റ്ററാണ് ഇപ്പം ഞാൻ കഴിഞ്ഞത്. ഇതെല്ലാം ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഡീറ്റെയിൽസ് ബുക്കിലുണ്ട്. ബുക്ക് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വായിക്കാം. അപ്പോൾ ഇവിടെ സംഭവിച്ചൊരു കാര്യം, ഈ വീട്ടിലെത്തിയ ശേഷം ഒരു കാര്യം സംഭവിച്ചത്, ഞാൻ പറഞ്ഞല്ലോ പഠിക്കാൻ വളരെ മോശമായിരുന്നു. ആ സമയത്ത് ഒരു സ്കൂൾ വെക്കേഷന് സമയം വന്നു. സ്കൂൾ വെക്കേഷൻ ആയപ്പോൾ എൻ്റെ ഒരു കസിൻ, എൻ്റെ ഒരു മൂത്തുമ്മയുടെ മകൻ കൊല്ലത്ത് ഒരു ജൗളിക്കട, ഒരു തുണിക്കട നടത്തുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു ഓപ്പറേഷൻ്റെ ആവശ്യം വന്നു, എന്തോ ഒരു മെഡിക്കൽ ഓപ്പറേഷൻ്റെ ആവശ്യം വന്നു. അങ്ങനെ ആ തുണിക്കടയിൽ ആരെങ്കിലും ഇരിക്കണം. അദ്ദേഹത്തിന് 2 ആഴ്ചത്തെ ലീവ് വേണം, 2 ആഴ്ച കടയിൽ പോകാൻ പറ്റില്ല. അങ്ങനെ ആ കടയിൽ ആരെങ്കിലും 2 ആഴ്ച കട നോക്കണം. എൻ്റെ അടുത്ത് ചോദിച്ച് കട നോക്കാൻ പറ്റുമോ? ഞാൻ ആ സമയത്ത് 8ാം ക്ലാസ് കഴിഞ്ഞ് 9ലോട്ട് പോകാൻ പോവുകയാണ്. അപ്പം എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, വെക്കേഷനാണ്. ഞാൻ പറഞ്ഞാൽ ചെയ്യാം, തീർച്ചയായിട്ടും ചെയ്യാം, ഞാൻ വരാം. ഞാൻ ഈ ട്രാവൽ ചെയ്യാനും യാത്ര ചെയ്യാനും ആൾക്കാരെ കാണാനും പുതിയ സ്ഥലങ്ങൾ അതിലൊന്നും എനിക്കൊരു മടിയുണ്ടായിരുന്നില്ല, വളരെ ഇഷ്ടത്തോടെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാനത് ഏറ്റെടുത്ത് 2 ആഴ്ച അവിടെ പോയി നിൽക്കാം. അപ്പോൾ എനിക്കറിയാമായിരുന്നു അവിടെ പോയി ആ കടയിൽ പോയി നിൽക്കുമ്പോൾ മിക്കവാറും ഞാൻ ഫ്രീ ആയിരിക്കും, കടയിൽ ക്യാഷ്യറായിട്ട് ഇരിക്കുകയാണ്, എനിക്ക് വലിയ പണിയൊന്നും കാണത്തില്ല. അപ്പോൾ ഞാൻ ഒരു കാര്യം പ്ലാൻ ചെയ്ത്, എനിക്ക് 9ാം ക്ലാസ്സിൻ്റെ ഈ കണക്ക് പുസ്തകം, കണക്കിൻ്റെ ടെക്സ്റ്റ് ബുക്ക് അതുകൂടെ ഞാൻ എൻ്റെ കൈ കൊണ്ടുപോയി. 9ാം ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് കണക്കിൻ്റെ പുസ്തകം ഒന്ന് വായിച്ചു നോക്കാം, കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചാൽ നന്നായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ അത് എടുത്തുകൊണ്ട് പോയി. ഇതുവരെ ഞാൻ പഠിക്കാൻ വളരെ മോശമാണ്, ഇതുവരെ എനിക്ക് പഠിത്തത്തിന് യാതൊരു താല്പര്യമില്ല. അങ്ങനെ ഞാൻ ഈ കണക്ക് പുസ്തകം എടുത്ത് കൊണ്ടുപോയി അവിടെ പോയി ഇരുന്ന് 2 ആഴ്ച അവിടെ കുത്തിയിരുന്ന് ഞാൻ ആ കണക്ക് പുസ്തകം ഫസ്റ്റ് പേജ് മുതലേ നോക്കി വായിച്ച് മനസ്സിലാക്കി. അങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോഴും എൻ്റെ ആ കണക്കാണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള സബ്ജക്റ്റ്. ആ കണക്കിനോടുള്ള എനിക്ക് ഒരു താല്പര്യം, ഒരു ഇൻട്രസ്റ്റ് വന്നു. അങ്ങനെ ആ കണക്ക് പുസ്തകം ഞാൻ 2 ആഴ്ച കൊണ്ട് വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പഠിച്ച്, ആ 2 ആഴ്ച കഴിഞ്ഞ് ആലപ്പുഴയിലേക്ക് തിരിച്ച് വരുമ്പോൾ, ഇത് കൊല്ലത്താണ് നടക്കുന്നത്, കൊല്ലത്ത് നിന്ന് തിരിച്ച് ആലപ്പുഴ വരുമ്പോൾ ഞാൻ വളരെ കണക്കിനോട് വളരെ എന്തോ ഒരു ഇൻട്രസ്റ്റായി, കണക്കിനോടുള്ള ആ പേടി മാറിയിട്ടാണ് ഞാൻ ആലപ്പുഴ വരുന്നത്. അങ്ങനെ 9ാം ക്ലാസ് മുതൽ എൻ്റെ പഠനം വേറൊരു ലെവലിലായി. പണ്ട് പഴയ ഈ ഏറ്റവും പുറകത്തെ ബെഞ്ചിൽ കുത്തിയിരുന്ന് ഒന്നും മനസ്സിലാകാതെ സമയം കളയുന്ന ഞാൻ പിന്നെ വളരെ ഇൻട്രസ്റ്റോടുകൂടി കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും തുടങ്ങി. ഈ പറഞ്ഞ 2 ആഴ്ചത്തെ എൻ്റെ കണക്ക് പുസ്തകത്തിൻ്റെ ആ ഹെൽപ്പ് വളരെയധികം പ്രയോജനപ്പെട്ട്. പക്ഷേ മെയിനായിട്ട് നമ്മുടെ വീട് പോയി, നമ്മൾ വീടില്ലാത്ത ആൾക്കാരായി എന്നുള്ള ആ ഒരു പേടിയും ആ ബുദ്ധിമുട്ടും അത് കൊണ്ടുണ്ടാക്കിയ ഒരു തീരുമാനം, അതായത് ഞങ്ങൾ പഠിച്ചേ പറ്റൂ, ഇനി പഠിക്കാതെ രക്ഷയില്ല എന്നുള്ള ഒരു സ്റ്റേജ് എത്തിയപ്പോൾ അതാണ് മെയിനായിട്ട് സംഭവിച്ചത്. അപ്പോൾ ഈ കാര്യങ്ങൾ ഞാൻ ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ഇനി ഈ ആലശ്ശേരി വാർഡിൽ നമ്മുടെ അമ്മാവൻ്റെ വീട്ടിലേക്ക് വന്ന് അവിടെ വേറൊരു സംഭവം ഉണ്ടായത്, ഞാൻ ഈ റിലീജിയസ് ആയിരുന്നില്ല പണ്ട്.
കുട്ടിയാണ്. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. 10ാം ക്ലാസ്സിലെ 10ാം ക്ലാസ് സമയമാണ് ആ സമയത്തുള്ള സംഭവമാണ് ഞാൻ പറയുന്നത്. പള്ളിയിലൊന്നും പോകത്തില്ല. ദൈവത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഖുറാനെക്കുറിച്ചോ എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. നമ്മൾ കളിച്ചും സമയം കളഞ്ഞും ഇങ്ങനെ പോകുന്ന സമയമാണ്. ആ സമയത്ത് ഒരു സംഭവം ഉണ്ടായി. ഞങ്ങൾ 3-4 ആൾക്കാർ, ഞങ്ങൾ 3 പേര്, ഞാനും എൻ്റെ ജ്യേഷ്ഠനും വേറൊരു കസിനും, ഞങ്ങൾ പുറത്ത് വീടിൻ്റെ പുറത്ത് നിൽക്കുകയാണ്. അവിടെ നിന്ന് ഞങ്ങൾ രാത്രി സമയം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രി എന്ന് വെച്ചാൽ ഏകദേശം സന്ധ്യ സമയമായി. സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കുറച്ച് ആൾക്കാർ, ഈ പള്ളിയിൽ നിന്ന് കുറച്ച് ആൾക്കാർ വന്ന് അവർ വന്നിട്ട് ഞങ്ങളെ പള്ളിയിലോട്ട് വരണം ക്ഷണിച്ച്. പള്ളിയിൽ വന്ന് നിസ്കരിക്കും. പള്ളിയിൽ അവിടെ സംസാരം നടക്കുന്നുണ്ട്. പിന്നെ രാത്രിത്തെ നമസ്കാരം കഴിഞ്ഞ് ഇശ കഴിഞ്ഞിട്ട് അവിടെ സംസാരം നടക്കുന്നുണ്ട്. ഈ തബ്ലീഗാരെന്ന് പറയും. ഇവർ ആൾക്കാരെ പള്ളിയിലേക്ക് ക്ഷണിക്കും. പള്ളിയിൽ കൊണ്ടുവന്ന് ഇവർക്ക് ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ നൽകുക, നമസ്കാരത്തെക്കുറിച്ചുള്ള പ്രാധാന്യത അവരുടെ മനസ്സിൽ ഊട്ടി ഉറപ്പിക്കുക. ഇതാണ് അവരുടെ മെയിൻ കർത്തവ്യം. അങ്ങനെ ഇവർ വന്ന് ഞങ്ങളടുത്ത് സംസാരിച്ചപ്പോൾ ആ സമയത്ത് ഞാൻ ഇവർ പ്രായമുള്ള ആൾക്കാരാണ്. ഞാനാണെങ്കിൽ 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ പഠിക്കുന്ന പയ്യനാണ്. അപ്പോൾ ഇവരെ ബഹുമാനിച്ച് ഇവർ പറയുന്നത് കാത് കൊടുത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് നമ്മുടെ അടുത്ത് തന്നെ ഒരു 4-5 ആടുകൾ ഒരു ഇടവഴിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ആ ആടുകൾ അവിടെ ശബ്ദവും ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ആടിൻ്റെ ശബ്ദവും കരച്ചിലും ഒക്കെ കേട്ടപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ അവർ ചിരിക്കാൻ തുടങ്ങി, ഈ ആടിൻ്റെ ഈ കോലാഹലം കേട്ടിട്ട്. അപ്പോൾ എനിക്ക് ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായി. അതായത് ഈ ആൾക്കാർ വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുകയാണ് നമ്മുടെ അടുത്ത്. ഈ സമയത്ത് നമ്മൾ ചിരിക്കുന്നത് അവരോടൊത്തുള്ള ഒരു അപമര്യാദ ആകും എന്നെനിക്കൊരു ബോധ്യമുണ്ടായി. എനിക്കതുകൊണ്ട് സങ്കടമുണ്ടായി. അപ്പോൾ അങ്ങനെ ആ ഒരു സങ്കടം കൊണ്ട് എനിക്ക് തോന്നി, ഇവർ പറയുന്നത് ഇവർ വിളിക്കുന്നുണ്ടല്ലോ പള്ളിയിലോട്ട്, പോയേക്കാം, പള്ളിയിലോട്ടൊന്ന് പോയി നോക്കാം, എന്താണ് ഇവർ വിളിക്കുന്നത്, എന്താണ്, അവിടെ പോയി ഒന്ന് കേട്ട് നോക്കാം, ഇവർക്ക് എന്താണ് സംസാരിക്കാനുള്ളത് ഒന്ന് കേട്ട് നോക്കാം. അങ്ങനെ ഞാൻ അവർ പറഞ്ഞ സമയത്ത് രാത്രി പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇശാ നിസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ പോയി. അങ്ങനെ അവിടെ പോയപ്പോഴത്തേക്ക് നിസ്കാരം കഴിഞ്ഞ് ഒരാൾ എണീച്ച് നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെ ആ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് വളരെ അത് മനസ്സിൽ തട്ടിയ കാര്യങ്ങളാണ് ഇവർ പറഞ്ഞത്. അങ്ങനെയാണ് അവിടെ വെച്ചാണ് ഞാൻ ആക്ച്വലി നിസ്കരിക്കാൻ തുടങ്ങുന്നതും പള്ളിയോടും ഈ നമ്മുടെ റിലീജനോടും ദൈവത്തോടും അടുക്കാനുള്ള കാരണം ആ രാത്രി ആയിരുന്നു എന്നെനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഈ പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ചാപ്റ്റർ 8ാമത്തെ ചാപ്റ്ററാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നമ്മുടെ SSLC അതായത് 10ാം ക്ലാസ് പരീക്ഷ. 10ാം ക്ലാസ് പരീക്ഷ ഞങ്ങൾ എഴുതി, ഞങ്ങളുടെ കൂട്ടുകാരും ഞാനുമൊക്കെ എഴുതി, പരീക്ഷ എഴുതി, മാർക്ക് കിട്ടി, ജയിച്ചു, തെറ്റില്ലാത്ത മാർക്കോടുകൂടി ജയിച്ചു. ഞാൻ ക്ലാസ്സിൽ ഏറ്റവും പുറകിലുള്ള ആളാണ്. ഇപ്പം അത് മാറി ഏറ്റവും മുമ്പിലെത്തിയിട്ടില്ലെങ്കിലും ഏകദേശം നല്ലൊരു ശതമാനം ഞാൻ മുമ്പോട്ട് കയറി കഴിഞ്ഞു. അപ്പം പഴയ മടിയൻ എന്ന് പറയാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരു പഠിക്കാൻ താല്പര്യമുള്ള ഒരു വിദ്യാർത്ഥിയായി മാറിയിട്ടുണ്ട്. അപ്പോൾ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് വന്നപ്പം തെറ്റില്ലാത്ത മാർക്കുണ്ട്. അങ്ങനെ ഞങ്ങൾ 2-3 കൂട്ടുകാർ ചേർന്നിട്ടൊരു പ്ലാനിട്ട്, ഇതിപ്പോൾ ഇങ്ങനെ പഠിക്കാൻ പോയാൽ നമ്മൾ ഡോക്ടറാണെങ്കിൽ, എൻജിനീയർ ആകണമെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രൊഫഷണൽ കോളേജിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇനിയും പഠിക്കണം, പ്രീ ഡിഗ്രി പഠിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ 4-5 വർഷമൊക്കെ പിന്നെയും പ്രൊഫഷണൽ കോളേജിൽ പോയി പഠിക്കണം. ഇത്രയൊക്കെ ബുദ്ധിമുട്ടി പഠിച്ചിട്ട് വളരെയധികം സമയമെടുക്കും. ഈ കാശുണ്ടാക്കാൻ സമയം കൂടുതലെടുക്കും. എന്തുകൊണ്ട് നമുക്ക് പോളിടെക്നിക്ക് ജോയിൻ ചെയ്തുകൂടാ? നമ്മുടെ അടുത്ത ആലപ്പുഴയിൽ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് വലിയ ദൂരമില്ലാത്ത ഒരു സ്ഥലത്ത്, പുന്നപ്ര എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടെ ഒരു കാർമൽ പോളിടെക്നിക് ഉണ്ട്. അവിടെ പോയി ജോയിൻ ചെയ്ത് പഠിച്ചാൽ പെട്ടെന്ന് നമുക്ക് ജോലി കയറാൻ പറ്റും, കാശുണ്ടാക്കാൻ പറ്റും. അപ്പോൾ അന്ന് കാശുണ്ടാക്കുക എന്നുള്ള മാത്രമാണ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് ശരി അപ്ലൈ ചെയ്യാം. കാർമൽ പോളിടെക്നിക്കിൽ പോയപ്പോഴത്തേക്ക് അവരുടെ അടുത്ത് ഫോം കഴിഞ്ഞുപോയി, ഫോമില്ല. പക്ഷെ നാളെ പിറ്റേ ദിവസമാണ് നമ്മുടെ ആ പോളിടെക്നിക്കിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. പിറ്റേ ദിവസമാണ്. ഞങ്ങളുടെ അടുത്ത് ഫോമും ഇല്ല, പിറ്റേ ദിവസം അപ്ലൈ ചെയ്യണം. അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തൊരു കാര്യം ചെയ്യാം, ഞങ്ങളിൽ 2 പേര്
പ്ലാൻ ചെയ്ത് അവർ കോട്ടയത്ത് പോളിടെക്നിക്കിൽ പോയി അവിടെ നിന്ന് അവർ ഫോം എടുത്തുകൊണ്ട് വരും. എന്നിട്ട് ഞങ്ങൾ സ്കൂളിൽ വെച്ച് രാവിലെ തന്നെ ഉച്ചയ്ക്ക് ഫില്ല് ചെയ്യും. എന്നിട്ട് ഞാൻ ആ ഫോമും കൊണ്ട് തിരുവനന്തപുരത്ത് പോളിടെക്നിക്കിൻ്റെ ഹെഡ് ഓഫീസിൽ കൊണ്ട് സബ്മിറ്റ് ചെയ്യും എന്ന് പ്ലാൻ ചെയ്തു. ഇത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു പ്ലാൻ ആയിരുന്നു ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ. പക്ഷേ ഞങ്ങളങ്ങനെ ചെയ്ത് അവർ പോയി പോളിടെക്നിക് കോട്ടയത്ത് പോയി ഫോം കൊണ്ടുവന്ന് ഞാനും ഞങ്ങളെ കൂട്ടുകാരിൽ നിന്ന് ഞങ്ങൾ 3 പേരും ഫോം ഫില്ല് ചെയ്തിട്ട് എന്നെ കൊണ്ടുവന്ന് ബസ് സ്റ്റാൻഡിലാക്കി. ഞാൻ ബസ്സിൽ കയറി തിരുവനന്തപുരത്തേക്ക് പോയി. തിരുവനന്തപുരം അവിടെ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം 7 മണിയായി. 5 മണിക്ക് അടച്ചു പോവുകയും ചെയ്യും. അങ്ങനെ എൻ്റെ ഒരു വളരെ അടുത്തൊരു ബന്ധുവാണ്, പോളിടെക്നിക് പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ കൂടെയാണ്. അദ്ദേഹത്തെ പോയി പിടിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കണ്ട് അദ്ദേഹത്തിൻ്റെ സ്കൂട്ടറിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി പോളിടെക്നിക്കിൻ്റെ അവിടെ യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റിയുടെ വാതിക്കലെത്തി. അവിടെ എത്തിയപ്പോഴത്തേക്ക് വാച്ച്മാൻ പറഞ്ഞു ഇതൊക്കെ പൂട്ടിപ്പോയി, ഇനിയിപ്പോൾ ഇന്ന് ഒന്നും നടക്കില്ല, സമയം കഴിഞ്ഞു പോയി. അങ്ങനെ ഞാനാണെങ്കിൽ ആലപ്പുഴയിൽ നിന്ന് ഇതെല്ലാം എടുത്ത് ഇത്രയും ബുദ്ധിമുട്ടി ഞങ്ങളെല്ലാം വർക്ക് ചെയ്ത ഒരു സ്ഥലമാണ്. അതായത് നമ്മൾ ഫോം കൊണ്ടുവന്ന് ഫില്ല് ചെയ്ത് അവിടെ എത്തിച്ച് ഇനിയിപ്പോൾ അത് കേരള യൂണിവേഴ്സിറ്റി വാതിലടച്ചു പോയി. അങ്ങനെ ഞാൻ നോക്കുമ്പം ഈ നമ്മുടെ കസിൻ അവരുടെ വാപ്പ തിരുവനന്തപുരത്ത് ഒരു മിനിസ്റ്ററിൻ്റെ പ്രൈവറ്റ് സെക്രട്ടേറിയറ്റിലാണ് ജോലി ചെയ്യുന്നത്. ഇത് 1983 കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ അദ്ദേഹത്തെ നമ്മൾ വിളിച്ച് അദ്ദേഹം പറഞ്ഞ് നാളെ രാവിലെ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ ഫോം കൊണ്ടുപോകാം. എൻ്റെ അടുത്ത് പറഞ്ഞ് ഫോം കൊണ്ടുവരാൻ പറഞ്ഞു. ഞാനാണെങ്കിൽ അന്ന് 15 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയാണ്. എൻ്റെ ജ്യേഷ്ഠനും ആ സമയത്ത് തിരുവനന്തപുരത്ത് പഠിക്കുന്നുണ്ട്, എൻട്രൻസ് എക്സാമിന് പഠിക്കുന്നുണ്ട്, ഈ മെഡിക്കൽ എൻട്രൻസ് എക്സാമിന്. അങ്ങനെ ഞാൻ ജ്യേഷ്ഠനെയും കൂട്ടി ഞങ്ങൾ രണ്ടും കൂടി ട്രിവാൻഡ്രം സെക്രട്ടേറിയറ്റിൽ പോയി. അത് ഞങ്ങൾ 15 വയസ്സ് 16 വയസ്സുള്ള 2 കുട്ടികളാണ്. എങ്ങനെയെങ്കിലും അവിടെ എത്തി നമ്മൾ മുകളിൽ കയറി ഈ പാറാവുകാരെയൊക്കെ കടന്ന് നമ്മൾ എത്തിയിട്ട് ഈ ഇദ്ദേഹത്തിൻ്റെ റൂമിലെത്തി, ഈ മിനിസ്റ്ററിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ റൂമിലെത്തി. അവിടെ എത്തിയപ്പോഴത്തേക്ക് ഓൾറെഡി പോളിടെക്നിക്കിൽ നിന്ന് ഒരാളെ വിളിച്ച് വരുത്തിയിട്ടുണ്ട് എൻ്റെ ഫോം വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ഫോം കൊടുക്കാൻ പറഞ്ഞു. ഈ ഫോം കൊടുക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്നൊരു പേടിയായി. ഇനി ഞാൻ ഒരു ഫോം പറഞ്ഞിട്ട് 3 ഫോമാണ് എൻ്റെ കയ്യിരിക്കുന്നത്. ഇത് 3 ഫോമും കൊടുത്താൽ അത് ബുദ്ധിമുട്ടാവും, ഒരുപക്ഷെ എനിക്ക് ശകാരിക്കും, വഴക്ക് പറയും, അവരുടെ മുമ്പിൽ ഒരു നാണക്കെടേണ്ടി വരും എന്നുള്ള പേടിയിൽ ഞാൻ എൻ്റെ ഫോം കൊടുത്തു. ആ ഫോം കൊടുത്ത് സലാമൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ജ്യേഷ്ഠൻ എന്നെ കൊണ്ടുപോയി ട്രിവാൻഡ്രം KSRTC ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കി. ഞാൻ ബസ്സിൽ കയറിയിരുന്ന് ആലപ്പുഴയോട്ട് പോവാണ്. ആലപ്പുഴയോട്ട് പോകുന്ന വഴിക്ക് ഞാൻ ആ ഫോം കയ്യിലിരിക്കുന്ന 2 ഫോം എടുത്ത് നോക്കുമ്പോൾ എൻ്റെ ഫോം എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കും. ഞാൻ എൻ്റേതാണെന്ന് വിചാരിച്ച് കൊടുത്ത ഫോം വേറൊരാളുടെ ഫോമാണ്. ഏതായാലും അത് വളരെ വലിയൊരു സൗഭാഗ്യം ആയെന്ന് തന്നെ പറയാം. എനിക്ക് ഏതായാലും പോളിടെക്നിക്കിനോട് ഞാൻ അങ്ങനെ സ്കിൽഡ് ആയിട്ടുള്ള ഒരാളല്ല. പക്ഷേ ആ അഡ്മിഷൻ കിട്ടിയ ആൾ വളരെയധികം വരയ്ക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വളരെ മിടുക്കനായ ആളായിരുന്നു. അയാൾക്ക് പോളിടെക്നിക് അഡ്മിഷനും വന്നു, അയാൾ അവിടെ നിന്ന് പഠിക്കുകയും ചെയ്തു. ഞാൻ അവിടെ നിന്ന് പിന്നെ അത് കഴിഞ്ഞ് എൻജിനീയറിംഗ് കോളേജിൽ പോയി. 3ാമത്തെ ആൾ മെഡിക്കൽ കോളേജിൽ പോയി, അദ്ദേഹവും ഇപ്പോൾ US-ലുണ്ട്. അങ്ങനെ വലിയൊരു സംഭവമാണ് അവിടെ നടന്നത്. അത് വലിയൊരു സങ്കടമായി എനിക്ക്. ഞാൻ വഴിയിൽ ആ ബസ്സിലിരുന്ന് കരഞ്ഞാണ് ആലപ്പുഴ എത്തിയത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം, ഈ കാര്യങ്ങളൊക്കെ ഈ പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട്. ഇനി അടുത്ത ഒരു കാര്യം, ഈ 9ാമത്തെ ചാപ്റ്റർ പ്രീ ഡിഗ്രി ഫസ്റ്റ് പ്രീ ഡിഗ്രി. ഇപ്പം പ്രീ ഡിഗ്രി ആണോ അത് +1 +2 ആയെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ, പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ ആയിരുന്നു. പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ കയറിയപ്പോൾ പഠിക്കാൻ വളരെയധികം ഞാൻ സ്മാർട്ടായി. അങ്ങനെ എനിക്ക് വളരെയധികം, അതായത് ഞാൻ ക്ലാസ്സിൽ ഏറ്റവും ഒന്നാമനായി. ഏറ്റവും പുറകിൽ കിടന്ന ആൾ ഇപ്പോൾ ഏറ്റവും നമ്പർ 1ൽ കയറി പ്രീ ഡിഗ്രി ഫസ്റ്റ് പ്രീ ഡിഗ്രിയിൽ. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് പ്രീ ഡിഗ്രിയുടെ എക്സാം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ റിസൾട്ട് വരാൻ കുറച്ച് സമയം പിടിക്കും. എനിക്കാണെങ്കിൽ ഭയങ്കരമായ ജിജ്ഞാസയാണ്.
ഇത് മാർക്ക് എങ്ങനെ ഉണ്ടാവും. കാര്യം ഞാൻ വളരെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, എനിക്ക് ഉറപ്പുണ്ട് നല്ല അടിപൊളി മാർക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ കുറച്ച് നേരത്തെ ഈ റിസൾട്ട് അറിയാനുള്ളൊരു വഴിയുണ്ടോ എന്നിങ്ങനെ ആലോചിക്കുമ്പം എൻ്റെ ഒരു കസിൻ, എൻ്റെ ഒരു മാമാടെ മോൻ തിരുവനന്തപുരത്ത് താമസിക്കുന്നുണ്ട്. അവിടെ കല്യാണം കഴിച്ച് അവിടെ താമസിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അമ്മായിയപ്പൻ, അദ്ദേഹത്തിന് വളരെയധികം കോണ്ടാക്ട്സും കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് ഇദ്ദേഹത്തിനോട് ചോദിച്ചാൽ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ കോണ്ടാക്ട്സൊക്കെ വെച്ചിട്ട് ഈ മാർക്ക് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാർക്ക് അറിയാനുള്ള എന്തെങ്കിലും വഴിയുണ്ടാവും. അങ്ങനെ ഞാൻ ഇദ്ദേഹത്തിന് ലെറ്റർ എഴുതി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ലെറ്ററിന് റിപ്ലൈ വന്നു, മാർക്ക് കിട്ടിയിട്ടുണ്ട്, ഇതാണ് മാർക്ക്, നീ സങ്കടപ്പെടേണ്ട, ശരിക്ക് പഠിക്ക്, മാർക്ക് കുറവാണ് എന്ന് പറഞ്ഞ് ലെറ്റർ വന്നു. പക്ഷേ ആ മാർക്ക് കുറവാണെന്ന് പറഞ്ഞതിനകത്ത് അവിടെ മാർക്കിൽ എഴുതിയിരിക്കുന്നത് എനിക്ക് ഫിസിക്സിൽ 40 കിട്ടി, പിന്നെ കെമിസ്ട്രിയിൽ 40, മാത്തമാറ്റിക്സിൽ കണക്കിൽ 60. അപ്പോൾ ഈ കസിൻ്റെ വിചാരം എനിക്ക് 100ൽ 40, 60 കിട്ടിയെന്നാണ് അദ്ദേഹം വിചാരിച്ചത്. യഥാർത്ഥത്തിൽ ഇത് എനിക്ക് കിട്ടിയത് 40ൽ 40, 40ൽ 40, 60ൽ 60, 100% മാർക്കാണ് എനിക്ക് കിട്ടിയത്. അത് കേട്ടപ്പം അത് വായിച്ചപ്പം സങ്കടകരമായ ലെറ്ററാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ ഞാൻ വായിച്ചപ്പം വളരെയധികം സന്തോഷമായി, ഞാൻ തുള്ളിച്ചാടി തന്നെ പറയാം. അപ്പോൾ അതാണ് ഫസ്റ്റ് പ്രീ ഡിഗ്രി സംഭവിച്ച ഒരു മിറാക്കുലസ് സംഗതി എന്ന് വേണേൽ പറയാം. ഇതേപോലെ തന്നെ രണ്ടാമത്തെ ഇയർ പ്രീ ഡിഗ്രിയിൽ ഞാൻ ശരിക്കും പഠിച്ചു. അപ്പോൾ അതിനിടയിൽ എൻ്റെ ജ്യേഷ്ഠൻ ഒരു ദിവസം വന്ന് എൻ്റെ റൂമിൽ വന്നിട്ട് പറഞ്ഞു, നിനക്ക് നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ, എൻ്റെ ജ്യേഷ്ഠൻ്റെ പേര് താഹിർ എന്നാണ്, ആലപ്പുഴയിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. അദ്ദേഹം പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡിൽ വർക്ക് ചെയ്ത് ഇപ്പോൾ റിട്ടയറായി. അപ്പോൾ നീ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിനക്ക് RECയിൽ അഡ്മിഷൻ കിട്ടുമെന്ന് പറഞ്ഞു. REC എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. REC എന്ന് പറയുന്നത് പിന്നെ എനിക്ക് മനസ്സിലായ റീജിയണൽ എൻജിനീയറിംഗ് കോളേജാണ്, കേരളത്തിലെ ഏറ്റവും പേര് കേട്ട എൻജിനീയറിംഗ് കോളേജാണ്. ഇപ്പോൾ അതിൻ്റെ പേര് മാറി, ഇപ്പോൾ അതിൻ്റെ പേര് NIT എന്നാക്കി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ഇത് കോഴിക്കോടിന് പുറത്തായിട്ട് ചാത്തമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതുള്ളത്. അപ്പം നിനക്ക് ശരിക്കും പഠിക്കുകയാണെങ്കിൽ RECയിൽ നിനക്ക് അഡ്മിഷൻ കിട്ടും, അവിടെ പോയി പഠിക്കാൻ പറ്റും എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ REC എന്നുള്ളത് എൻ്റെ തലയിൽ കയറി, ഞാനത് ഒരു ഉദ്ദേശം, ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്ത് REC കയറണം എന്ന് സെറ്റ് ചെയ്ത്. അങ്ങനെ ഞാൻ പഠിത്തത്തിൽ പിന്നെയും കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ എക്സാം വന്നപ്പം എക്സാമിൽ ഞാൻ ശരിക്കും എഴുതി, നന്നായിട്ട് പേപ്പറൊക്കെ എഴുതി. പക്ഷേ ലാസ്റ്റ് പരീക്ഷ, ഫിസിക്സിൻ്റെ പരീക്ഷ എഴുതി സമയം കഴിഞ്ഞു, എനിക്ക് ഒരു ചോദ്യം ഉത്തരം കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചില്ല. സാറ് വന്ന് എൻ്റെ അടുത്ത് പേപ്പർ ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ ഒരു 2 മിനിറ്റ്, ഞാൻ സമ്മതിക്കത്തില്ല, ഇല്ല പേപ്പർ താ, സമയമായി, പേപ്പർ താ. അങ്ങനെ എനിക്ക് ആ ഒരു ചോദ്യം കംപ്ലീറ്റ് ചെയ്യാതെ കൊടുക്കേണ്ടി വന്ന്. റിസൾട്ട് വന്നപ്പം എനിക്ക് 98% മാർക്ക്. അങ്ങനെ ആ 2% മാർക്ക് ആ സമയം അവിടെ ശരിക്കും പ്ലാൻ ചെയ്യാത്തത് കാരണമായി എനിക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ 98% കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. എന്നാലും ആ 98% കൊണ്ട് എനിക്ക് RECയിലെ അഡ്മിഷൻ കിട്ടും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞുള്ള കാര്യങ്ങൾ അടുത്ത ഇതിലുണ്ട്, അടുത്ത എപ്പിസോഡിൽ പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഒന്നുകൂടെ പറയാനുള്ളത്, ഈ ബുക്ക് ഇത് ഇംഗ്ലീഷിലാണ്, മലയാളത്തിലുള്ള ബുക്ക്, ഇതിൻ്റെ ബുക്ക് ആമസോണിൽ ഇപ്പോൾ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് വാങ്ങിക്കാം. 99 രൂപയേ ഉള്ളൂ. പിന്നെ അത് ബുക്കാണ്. ഇനി മലയാളത്തിലുള്ള ബുക്ക് പ്രിൻ്റ് ചെയ്യാനും ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഇനി കുറച്ച് സമയം കൂടെ പിടിക്കും, ഞാനത് അറിയിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ബുക്കായിട്ട് വാങ്ങിക്കാൻ പറ്റും. ജൂൺ 1-ാം തീയതി ഇപ്പോൾ നിങ്ങൾക്ക് പ്രീ ഓർഡർ ചെയ്യാൻ പറ്റും. ജൂൺ 1-ാം തീയതി ആമസോൺ നിങ്ങൾക്ക് ബുക്ക് നിങ്ങളുടെ ഇമെയിലിലോട്ട് അയച്ചു തരും. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഒരു റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഇത് ഷെയർ ചെയ്ത് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. ഒന്നുകൂടെ നിങ്ങളുടെ സമയം തന്ന് ഇത് കാണാനും സാധിച്ചതിൽ, നിങ്ങൾ സമയം തന്നതിൽ വളരെ നന്ദി. അസ്സലാമു അലൈക്കും.